ഹായ് ഗസ്, ഇതൊരു കിറ്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാനിത് റൗണ്ടാക്കിയൊന്ന്, കറക്റ്റ് റൗണ്ടൊന്നുമല്ല, എന്നാലും ഒരു റൗണ്ടാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് ഗേസ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ എവിടെയിലേക്ക് പോവാം. അപ്പോൾ ഗേസ് ഇതിനേതാ ഈ ഒരു ഇതും പിന്നെ അതാ പേപ്പറും ആണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമ്മളിതാ ഇത് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ജസ്റ്റ് ഒന്നതാ ഇങ്ങനെ എടുക്കാം. എന്താ ഗൈസ്, ഞാൻ പിന്നെ 2 ഇതായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, കാരണം ഇച്ചിരി കട്ടിയുള്ളതാണ്. പിന്നെ നിങ്ങൾ A4 സൈസ് പേപ്പറാണ് എടുക്കണമെങ്കിൽ അത് മടക്കേണ്ട, ഇങ്ങനെ ആക്കേണ്ട കാര്യമില്ല. ഇപ്പം സാധാ പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. നമുക്ക് ഇത് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ തന്നെ മടക്കി പോവാം. അപ്പം ഗൈസ് നമ്മൾ മടക്കിയിട്ടുണ്ട്. മടക്കുമ്പോൾ അതാ ഇങ്ങനെ ഇത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഈ ആളിനെ ഇങ്ങോട്ടെടുക്കാം. നിങ്ങളാർക്കും അയ്യോ ഇതില്ലേ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഇതില്ലേ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് നടുക്കായിട്ടൊന്ന് മടക്കണേ. ഒപ്പത്തിന് ലെവലിൽ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ലെവലിന് എടുത്തിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഗമ്മില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലയറാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പശ ഉണ്ടെങ്കിൽ പശ അടിച്ചു കൊടുത്താലും മതി, പശ ഗമ്മ് തേച്ച് കൊടുത്താലും മതി. എൻ്റെ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്റ്റാപ്ലയർ വെച്ചാണ്, കാരണം ഇത് പെട്ടെന്ന് വന്നത് കണ്ട് സമയമൊന്നുമില്ല, പെട്ടെന്നൊരു സാധനം കിട്ടി ചെയ്താണ്. നമുക്കിവിടെ ഇങ്ങനെ ഇവിടെ അടിച്ചു കൊടുക്കണം ഗൈസ്. എടുത്ത് തുറക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് അടിക്കാം. അപ്പം ഗൈസ് നമ്മളിതാ 2 സൈഡ് അടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കുക ഗൈസ്, അടച്ചു. പിന്നെ ഇത് കുട്ടികളുടെ കയ്യിലൊന്നും കൊടുക്കാൻ പറ്റില്ല, ഞാൻ സ്റ്റാപ്ലറാണ് ഉണ്ടാക്കി. പക്ഷേ ആണെങ്കിൽ കുഴപ്പമില്ല, കൊടുക്കാം. ഓക്കെ, ഇത് തുറക്കുന്നതും ഞാനത് തുറക്കുമ്പോൾ ഇതാ ഗൈസ് ഇങ്ങനെ നിൽക്കും, നല്ലൊരു ഭംഗിയാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു ബർത്ത്ഡേ കാർഡ് കൊടുക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു റൗണ്ടിൽ സാധനം ഒട്ടിച്ച് എഴുതി കൊടുക്കാം, ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കലാപരിതാക്കളാണ് ഇതിൽ ചെയ്യാൻ വന്നത്, അപ്പോൾ ഞാൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് എൻ്റെ അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 3, 2, 1 go. ആദ്യം ഇവിടെ വായിച്ചത് ഗൈസ്, I am so miss you my bestie. പിന്നെ അതായത് സബ്സ്ക്രൈബ് ടു അമ്മയമ്മ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് നമ്മുടെ അമ്മയമ്മ വ്ളോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. കൂടാതെ എല്ലാവരും ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇതിലൂടെ വീണ്ടും വരായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.